നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെ കോളേജിന് സമീപമാണ് സംഭവമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് SFI ആരോപിക്കുന്നു. മാരക ആയുധങ്ങളായിട്ടാണ് ആക്രമണ സംഘം എത്തിയതെന്നും കോളേജ് ചെയർമാൻ തമീം റഹ്മാൻ പറഞ്ഞു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാസർ അബ്ദുൾ റഹ്മാന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. നാടക പരിശീലനത്തിനിടെ കോളേജ് SFI ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷമാണ് ആക്രമണത്തിലേക്ക് വഴിവെച്ചതെന്നും പറയപ്പെടുന്നു. പരിക്കേറ്റ SFI നേതാവിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇവിടെ വെച്ചും ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിലെ അറബിക് വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ വിദ്യാർത്ഥി മർദ്ദിച്ചിരുന്നു. ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് അധ്യാപകനെ മർദ്ദിച്ചതെന്നും കോളേജിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ഫ്രട്ടേണിറ്റി KSU അവിശുദ്ധ സഖ്യം നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുവെന്നുമാണ് SFI ആരോപണം. ബുധനാഴ്ച പകൽ 12-നായിരുന്നു സംഭവം. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KM നിസാമുദ്ദീനെയാണ് അറബിക് 3-ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദ് ആക്രമിച്ചത്. അറബിക് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയ മുഹമ്മദ് റാഷിദ് അധ്യാപകനോട് വളരെ പ്രകോപനപരമായി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയ അധ്യാപകനെ കോണിപ്പടിക്ക് സമീപം വെച്ച മുഹമ്മദ് റാഷിദ് വഴിയിൽ തടഞ്ഞു. അരയിൽ കരുതിയിരുന്ന കത്തി പോലുള്ള ഒരു ആയുധത്തിനെ പിടികൊണ്ട് അധ്യാപകന്റെ പിറകിൽ 2 തവണ ഇടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ അധ്യാപകനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തേറ്റ സംഭവത്തിൽ 15 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുമുണ്ട്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. വധശ്രമം അടക്കം 9 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3-ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അബ്ദുൾ മാലിക്കാണ് 1-ാം പ്രതി. അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകനെതിരെ പ്രതിഷേധിച്ചതിലുള്ള വിരോധമാണ് കത്തിക്കുത്തിലേക്ക് കലാശിച്ചതെന്നാണ് FIR-ലുള്ളത്. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. സാരമായ പരിക്കേറ്റ അബ്ദുൾ റഹ്മാനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ചികിത്സയിലാണ്. നാസർ അബ്ദുൾ റഹ്മാൻ നാടകോത്സവത്തിന്റെ ചുമതലക്കാരനാണ്. രാത്രി 12 മണി കഴിഞ്ഞ് നാടക പരിശീലനത്തിന് ശേഷം ഇറങ്ങുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. വടിവാളും ബിയറുകുപ്പിയും മാരകായുധങ്ങളുമായിട്ടായിരുന്നു ആക്രമണം. കൊലപാതക ശ്രമത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. MG നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം നടക്കുന്നുണ്ടായിരുന്നു. സംഘാടക ചുമതലയുടെ ഭാഗമായി അബ്ദുൾ റഹ്മാനും SFI പ്രവർത്തകരും ക്യാമ്പസിലുമുണ്ടായിരുന്നു. ഇതിനിടെയാണ് ക്യാമ്പസിലെത്തിയ ഫ്രട്ടേണിറ്റി KSU നേതാക്കളുടെ സംഘം ക്യാമ്പസിലേക്കെത്തി പ്രവർത്തകരെ ആക്രമിച്ചതെന്നാണ് SFI പറയുന്നത്. ആക്രമണത്തിൽ അബ്ദുൾ റഹ്മാന്റെ വയറിനും കൈകാലുകൾക്കും കുത്തേറ്റു. യൂണിറ്റ് കമ്മിറ്റി അംഗം അശ്വതിക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർ അടക്കമുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ക്യാമ്പസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരൻ അധ്യാപകനെ ആക്രമിച്ചതിന് പിന്നിലെ വൈരാഗ്യമാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് SFI വാദം. SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയത് 14 പേരടങ്ങുന്ന ആക്രമി സംഘമെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ തമീം റഹ്മാൻ ആരോപിച്ചിട്ടുണ്ട്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് പിന്നിലെന്നും തമീം ആരോപിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടായിസത്തിലൂടെയാണ്.